ഹലോ, എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം, സെയിൽ വർദ്ധിപ്പിക്കാം? സ്മോൾ ബിസിനസ് ഓണേഴ്സിന് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമുക്ക് അറിയാം, നമ്മളുടെ ബിസിനസ് വളരണമെങ്കിൽ, അതായത് തുടർന്ന് അങ്ങനെ ഇപ്പോൾ പോണ പോലെ പോകണമെങ്കിലല്ല, വളർച്ച വേണമെങ്കിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരണം. തുടർച്ചയായിട്ട് കടന്നു വരണം. പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ബിസിനസ്സിന് വളർച്ച ഉണ്ടാവുന്നത്. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെല്ലാം മാർഗങ്ങളിലൂടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. കസ്റ്റമർ അക്വിസിഷൻ ചാനൽസ് എന്നാണ് ഇതിന് സാധാരണ പറയാറ്, അല്ലെങ്കിൽ ട്രാക്ഷൻ ചാനൽ എന്നൊക്കെ ബിസിനസ്സിൽ ഇതിന് പറയാറുണ്ട്. അതായത് ഒന്നിലധികം മാർഗങ്ങൾ നമുക്ക് വേണം. ഇപ്പോൾ ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് അറിയാം, നിലവിൽ അവർക്ക് കുറച്ച് സെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ, കുറച്ചും കൂടി വളർച്ച വേണമെങ്കിൽ, ഇപ്പം നിലവിലുള്ള ആ എണ്ണം കസ്റ്റമറെ കിട്ടിയിട്ട് കാര്യമില്ല. പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് വരണം. വേറൊരു രീതി പറഞ്ഞാൽ കൂടുതൽ ഓർഡർ വരണം, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടണം, എന്നാൽ മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ. ഇപ്പം നിലവിൽ നമുക്കൊരു ചാനൽ ഉണ്ടാവും, ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ കസ്റ്റമർ ഇപ്പോൾ വന്നുണ്ടാവും നമ്മളുടെ. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഷോപ്പിൻ്റെ ബോർഡ് നല്ല ഹൈ ട്രാഫിക്കുള്ള സ്ഥലത്തിരിക്കുന്നതുകൊണ്ട് കുറേ പേരൊക്കെ കാണുന്നു, വരുന്നു. അതൊരു മാർക്കറ്റിംഗ് ആണ്, അതൊരു ചാനലാണ്. ചിലപ്പോൾ അത് ആ ഒരേ ഒരു ചാനൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ പുതിയ ചാനൽസ് പരീക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒന്നിലധികം ചാനൽസ് നമ്മൾ പരീക്ഷിക്കണം. ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന മാർഗങ്ങളെ പറയണതാണ് ചാനൽസ് എന്നുള്ളത്. ഇത് നമ്മൾ പാരലലായിട്ട് പലത് പരീക്ഷിച്ച് നോക്കണം. അപ്പോഴാണ് നമുക്ക് ഏതാണ് നമ്മളുടെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചാനൽ എന്ന് നമുക്ക് മനസ്സിലാവും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൽ ഫോക്കസ് കൊടുത്തിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. ഇപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ചാനൽ, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ആ മാർഗം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചാനലിലൂടെയുള്ള വലിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് വളർച്ചയുടെ എവിഡൻസാണ്, തെളിവാണ് പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എവിടെ നിന്നെല്ലാം പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ഇത് ചെയ്യാതെ പലരും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സക്സസ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും അവർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോഗോയുടെ കളറ് മാറ്റാം, ബ്രാൻഡ് നെയിമിൻ്റെ ഫോൺ സൈസ് മാറ്റാം, ഇടത് സൈഡിൽ കിടന്നത് എടുത്ത് വലത് സൈഡിലേക്ക് ഇടുക, അവിടെ നിന്ന് എടുത്ത് താഴേക്ക് ഇടുക. ഇതൊക്കെ അതിലിട്ട് എന്താ പറയുക, മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല വളർച്ച കൊണ്ടുവരുന്നത്. കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഓർഡറുകൾ, കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കാം. കൂടുതൽ കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് കൂടുതൽ ഓർഡർ കിട്ടും. കൂടുതൽ ഓർഡർ കിട്ടാൻ നേരത്ത് റവന്യൂ കൂടും. റവന്യൂ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റും അതിനനുസരിച്ച് കൂടും. അപ്പോൾ ഓർഡറുകൾ കൂടുതൽ കിട്ടാനുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മളുടെ റവന്യൂ കൂടുതൽ ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലാണ് നമ്മൾ തുടക്ക സമയം ഫോക്കസ് കൊടുക്കേണ്ടത്. അത് ചെയ്യാതെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ ബെനിഫിറ്റ് കൊണ്ടുവരില്ല. റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ആ ചെയ്യുന്ന ആക്ടിവിറ്റി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, കൂടുതൽ കസ്റ്റമറെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് രീതി, കസ്റ്റമർ അക്വിസിഷൻ മോഡൽ, ട്രാക്ഷൻ ചാനൽ എന്തോ ആവട്ടെ, ആ സംഗതി അത് ഒരെണ്ണം മാത്രമാണുള്ളൂ. വേറെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഉദാഹരണം, ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ജസ്റ്റ് ആ ബോർഡും അതേപോലെ ആ ട്രാഫിക്കുള്ള സ്ഥലത്തും ഇങ്ങനെ ഇരിക്കുന്നു. ചിലപ്പോൾ തുടക്ക സമയത്ത് കുറച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. മറ്റു മാർഗ്ഗങ്ങളുണ്ട്, പക്ഷെ അത് ചിലപ്പോൾ പരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബിൽ ബോർഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം, പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യാം, ഈവൻ നമുക്ക് ലോക്കൽ മാഗസീനിൽ പരസ്യം കൊടുക്കാം. ഇതെല്ലാം ഒരു വശത്തുണ്ട്. ഞാൻ പറയണത് അതിൽ കുറേയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. ഞാൻ പറയണത് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഏതിലൂടെയാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതെന്ന് നമ്മൾ പാരലലി പരീക്ഷിച്ച് നോക്കണം. ഒരേ സമയം തന്നെ ഒരു 3-4 പരീക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇന്ന ചാനലിൽ നിന്ന് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, കൂടുതൽ ലീഡ്സ് വരുന്നുണ്ട്, എൻഗേജിങ് ലീഡ്സ് വരുന്നുണ്ട്, അത് കൺവേർട്ട് ആവുന്നുണ്ട്, സെയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കണം. പലരും പരീക്ഷിച്ച് നോക്കാത്തൊരു ബെസ്റ്റ് മെത്തേഡ് ഉണ്ട്, അത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ പലരും ഇതിൻ്റെ ആ ഒരു പവർ, സോഷ്യൽ മീഡിയയുടെ ആ ഒരു പവർ പലരും യൂസ് ചെയ്യണില്ല. ഇപ്പോൾ ഷോപ്പുള്ളവരാവട്ടെ, ചെറിയ ബിസിനസ് ചെയ്യുന്നവരാവട്ടെ,
സോഷ്യൽ മീഡിയ വഴി കസ്റ്റമേഴ്സിനെ, പുതിയ വിഭാഗം കസ്റ്റമേഴ്സ്, ഞാൻ വീണ്ടും പറയുകയാണ്, പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് വരണം. കസ്റ്റമറുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് പുതിയ വിഭാഗം കസ്റ്റമർ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് വരെയും വേണം, തുടർച്ച വേണം. ഒരു തവണ വന്ന് പിന്നെ അത് ഡെഡായി പോയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ആ ഫ്ലോ കിട്ടണം. എന്നാൽ മാത്രമാണ് അതൊരു നല്ല ട്രാക്ഷൻ ചാനൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തുടർച്ചയായിട്ട് നമുക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷ നോക്കാൻ പറ്റിയതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ പല കോമ്പറ്റീറ്റേഴ്സും ഈ പ്ലാറ്റ്ഫോമുകൾ വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കേണ്ടാവില്ല. അവർ മറ്റു മാർഗ്ഗങ്ങളിലൂടെയൊക്കെ കസ്റ്റമറെ കൊണ്ടുവരുന്നുണ്ടാവും. അല്ലെങ്കിൽ ചില ബിസിനസ്സുകൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് രീതി ഉണ്ടാവും, അതിൽ മാത്രം റിലേ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ അതിൽ നിന്ന് മാറി മറ്റു പരീക്ഷണങ്ങളും കൂടി നടത്തുക. പരീക്ഷിച്ച് നോക്കാതെ വർക്കൗട്ട് ആവോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. റിസൾട്ട് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ പരീക്ഷണം നടത്താൻ പറ്റിയ ബെസ്റ്റ് മേഖലയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ചെറിയൊരു ഷോപ്പാണെന്ന് വിചാരിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് 2 രീതിയിൽ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താം. അതായത് ഷോപ്പിനകത്ത് നിങ്ങൾക്ക് ആളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ഓൺലൈനിൽ കൊറിയർ അയച്ചു കൊടുത്തുകൊണ്ടും ഓൺലൈൻ കസ്റ്റമറെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ 2 രീതിയിൽ നമ്മൾ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷോപ്പിൻ്റെ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഷോപ്പ് ഇരിക്കുന്ന ലൊക്കേഷൻ ടാഗ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുക്കാം. ലൊക്കേഷൻ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെയുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ ഷോപ്പ് ഉള്ളത് ആ ലൊക്കേഷൻ ടാഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബിലൊക്കെയാണ് നിങ്ങളുടെ ഒരു യുണീക്ക് പ്രൊഡക്റ്റാണ് നിങ്ങളുടെ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഷോപ്പിൽ ഒരു പ്രത്യേക ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് എന്ത് വിലയ്ക്ക് വിറ്റ് പോകുമെന്ന് നിങ്ങൾക്കറിയാം, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് അറിയാം, ഇതെല്ലാം നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യണം, നിങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ടാഗ് ചെയ്തുകൊണ്ട്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബിൽ ഷോർട്ട് ഫോം വീഡിയോ ആണ് നിങ്ങൾ ഇടണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ചെയ്യണം, ഒരു സിറ്റിയിൽ പോയി ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് നമുക്ക്. നമ്മൾ ഓരോ ഷോപ്പിലും കയറി ഇന്ന സാധനം എവിടെ കിട്ടും, ഇന്ന സാധനം എവിടെ കിട്ടും, അതിൻ്റെ കാലം കഴിഞ്ഞു. അതിപ്പോൾ ആരും ചെയ്യണില്ല. നേരെ സിറ്റിയിൽ ചെല്ലും, മൊബൈൽ ഫോൺ എടുക്കും, മാപ്പിൽ നോക്കും, ചുമ്മാ അടിച്ചു കൊടുക്കും. നിയർ മീന്ന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്, സ്റ്റുഡിയോ നിയർ മീന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഹൗസ് വാമിങ് വരെയാണ്, പ്രത്യേക പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണം. ഇത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അല്ലായിരിക്കാം, ചിലപ്പോൾ വർഷത്തിൽ ഒരു തവണയൊക്കെ ആവശ്യം വരുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എന്തെങ്കിലും ഡെക്കറേറ്റീവ് പ്രൊഡക്ട്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനത്തെ ഷോപ്പ് നമ്മൾ കണ്ടു. ആ ഷോപ്പ് ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്നാൽ നമുക്ക് ഇതിനെ ചോദിച്ച് പോകാനുള്ള സമയമില്ല. നമ്മൾ ജസ്റ്റ് കയറി ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഈ യൂട്യൂബിലെ നമ്മളുടെ മാർക്കറ്റിംഗ് കണ്ടൻറ്റുകൾ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിലും വരും. നമ്മൾ ലൊക്കേഷൻ ടാഗ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിലും ഇത് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കസ്റ്റമേഴ്സ് വരും. പിന്നെ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങളുടെ അഡ്രസ്സ് മെൻഷൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും കൊടുക്കുക. ജസ്റ്റ് കസ്റ്റമേഴ്സ് നിങ്ങളെ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഷോപ്പിൽ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെയ്ഡ് പരസ്യങ്ങൾ കൊടുക്കുക. ഷോപ്പിൻ്റെ ലൊക്കേഷൻ, ആ റേഡിയസ് എത്ര ചുറ്റളവാണോ അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് മാപ്പിൻ്റെ ഇത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ലൊക്കേഷൻ എവിടെയാണോ അത് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കാനാണ്. ഞാൻ ആ സൈഡിൽ കൊടുക്കാൻ എങ്ങനെയാണെന്നുള്ളത്. ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിൽ നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള മാപ്പ് ഉപയോഗിക്കാൻ അറിയുന്ന എല്ലാ കസ്റ്റമേഴ്സും അത് കാണുന്ന. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളുടെ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്തെ അവിടെ നമുക്ക് ലൊക്കേഷൻ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കൊറിയർ അയച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ പ്രൊഡക്റ്റുകളല്ല, ജസ്റ്റ് കസ്റ്റമർ കണ്ടു വന്ന് ഷോപ്പിൽ എടുക്കേണ്ട പ്രൊഡക്റ്റുകളൊക്കെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റൊക്കെ നടത്തുമ്പോൾ, ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്താണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ്, നമുക്ക് ബിരിയാണി കോഴിക്കോടിന് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ചൂടോടുകൂടി അവിടെ ഇരുന്ന് കഴിക്കേണ്ടതാണ്. നോ പ്രോബ്ലം, നിങ്ങൾക്കും ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് അത് ചെയ്യാനുണ്ടല്ലോ. നമ്മളുടെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യാം. അതായത് ഷോപ്പിനകത്ത് ആളെ കൊണ്ടുവരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അതല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് എവിടെ നിന്ന് ഓർഡർ വന്നാലും കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് സോഷ്യൽ മീഡിയയിലുണ്ട്. കണ്ടൻറ് മാർക്കറ്റിംഗ് ഉണ്ട്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉണ്ട്, പെയ്ഡ് പ്രൊമോഷൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എന്തെങ്കിലും ഒരു സ്മോൾ ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് കസ്റ്റമേഴ്സ് എല്ലാം ഉണ്ട്, അത് ആ ഒരു നേർരേഖയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളായിട്ട്. കുറച്ചും കൂടി ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെ ഏത് മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, ഇതാണ് ചിന്തിക്കേണ്ട കാര്യം. പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ ഏത് മാർഗത്തിലൂടെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. കാരണം അതാണല്ലോ വളർച്ചയുടെ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നിങ്ങൾക്ക് പരീക്ഷ വെക്കാൻ പറ്റിയതാണ് സോഷ്യൽ മീഡിയ. വളരെ എളുപ്പത്തിൽ പരീക്ഷ വെക്കാൻ പറ്റിയ മാർക്കറ്റിംഗ് രീതിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉള്ളത്. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളും മാർക്കറ്റിംഗ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.